ഡിയർ സ്റ്റുഡൻസ്, അടുത്തതാണ് ഡിസോസിയേഷൻ ഓഫ് N2O4. നമ്മൾ നേരത്തെ ചെയ്ത അതേമാതിരി തന്നെയാണ്. അപ്പം ഇതും എന്താണ് ടൈപ്പ് 2 റിയാക്ഷനിലാണ് വരുന്നത്. കാരണം ഇവിടെ നോക്കൂ, 1 മോളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, പക്ഷേ പ്രോഡക്റ്റ് കിട്ടിയിരിക്കുന്നത് 2 മോളാണ്. സോ ഹിയർ ഓൾസോ KP നോട്ട് ഈക്വൽ ടു KC. അപ്പോൾ അതാണ് നമുക്ക് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ ഇത് 1 മോളാണ്. ഇനീഷ്യലിൽ ഇത് ഫോം ചെയ്തിട്ടില്ല, സോ നമ്മൾ ഇറ്റ് ഇസ് ടേക്കൺ ആസ് 0. ദെൻ അറ്റ് ഇക്വിലിബ്രിയം the concentration of N2O4 is എന്താണ് 1 മൈനസ് ആൽഫ. ഡൈനൈട്രജൻ ടെട്രോക്സൈഡിൻ്റെ ഇക്വിലിബ്രിയത്തിൽ വരുന്ന കോൺസെൻട്രേഷൻ എന്താണ് 1 മൈനസ് ആൽഫ. ഇൻ ടേംസ് ഓഫ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇറ്റ് ഈസ് 1 മൈനസ് ആൽഫ മോൾ ആൻഡ് ഇറ്റ് ഈസ് 2 ആൽഫ. ഹിയർ 2 ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഫോംഡ്. അപ്പോൾ 2 ആൽഫയാണ് ഫോം ചെയ്തിരിക്കുന്നത്. സോ നമുക്കിതിൻ്റെ കോൺസെൻട്രേഷൻ ടേംസിലേക്ക് നേരത്തെ എഴുതി അതേപോലെ തന്നെ എഴുതാം. മോളാർ കോൺസെൻട്രേഷൻ, സോ N2O4 ഈസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ ബൈ വി. കോൺസെൻട്രേഷൻ ഓഫ് NO2 ഈസ് ഈക്വൽ ടു 2 ആൽഫ ബൈ വി. ഞാനിത് നമുക്കിനി വീണ്ടും ഇങ്ങനെ എഴുതി സമയം കളയണ്ട വിചാരിച്ചിട്ടാണ്, മനസ്സിലായ കാര്യമാണ്. സോ ഇൻ ടേംസ് ഓഫ് KC വി ക്യാൻ റൈറ്റ് ദ കോൺസെൻട്രേഷൻ ടേംസ് ഓഫ് പ്രോഡക്ട്സ് ആൻഡ് റിയാക്ടൻസ് ലൈക്ക് ദിസ്. ഹിയർ NO2, 2NO2 is represented like this. Here number of mole is written as raised to the power. അങ്ങനെ എഴുതുന്ന സമയത്ത് ഇതെങ്ങനെ വരും, ഇക്വേഷൻ എങ്ങനെ വരും, 2 ആൽഫ ബൈ വി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ ഡിവൈഡഡ് ബൈ വി. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഫൈനൽ സൊല്യൂഷൻ എന്താണ്, ഞാനത് കാണിക്കുന്നില്ല, നിങ്ങൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. 4 ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ വി ഇൻറ്റു 1 മൈനസ് ആൽഫ. എന്താണ് വി ഇൻറ്റു 1 മൈനസ് ആൽഫ. ഇതാണ് നമുക്ക് KCക്ക് കിട്ടിയ എക്സ്പ്രഷൻ. പക്ഷേ KPക്ക് ഇതേ എക്സ്പ്രഷൻ തന്നെ കിട്ടുമോ എന്നുള്ളതാണ് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ KP ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, ടോട്ടൽ N കണ്ടുപിടിക്കണം. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് in that reaction is 1 plus alpha. That is 1 minus alpha for N2O4 and 2 alpha for NO. 2 alpha for NO2. So the total number of moles in that reaction is 1 plus alpha. And KP എങ്ങനെ എഴുതാം, P of NO2 2 raised to 2 divided by P of N2O4 അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ എടുത്തെഴുതിയിട്ടില്ല. നമ്മൾ അപ്പം എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് N2O4 ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷറിൽ എഴുതാറുണ്ട്. അതുപോലെ കോൺസെൻട്രേഷൻ ഓഫ് NO2 ഇൻ ടേംസ് ഓഫ് നമ്മൾ എഴുതാറുണ്ട്. അതിവിടേക്ക് ഞാൻ ഡയറക്റ്റ് കാരണം ആകെ നമുക്ക് എന്താ പറയുക, ഒരു റിയാക്ടൻ്റ് ഒരു പ്രോഡക്റ്റിൻ്റെത് എഴുതാനുള്ളൂ. അതുകൊണ്ട് ഞാൻ എഴുതിയിട്ടില്ല. അപ്പോൾ NO2 എങ്ങനെയാണ് വരിക, 2 ആൽഫ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആൽഫ ഇൻറ്റു പി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആൽഫ ഇൻറ്റു പി. ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത്, ഈ മേലത്തെ പാർട്ട് സോൾവ് ചെയ്യുന്ന സമയത്ത് വി വിൽ ഗെറ്റ് 4 ആൽഫ സ്ക്വയർ ഇൻറ്റു പി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആൽഫ ഇൻറ്റു 1 മൈനസ് ആൽഫ. ആൻഡ് ഓൺ സോൾവിങ് ദിസ് നമുക്ക് എന്ത് കിട്ടും, 4 ആൽഫ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ആൽഫ സ്ക്വയർ അല്ലേ, അങ്ങനെ കിട്ടും. പക്ഷേ ഇവിടെ ഈ ആൽഫ എന്ന് പറയുന്നത് സ്മോൾ ആയത് കാരണം നമ്മളതിനെ യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ the equation become KP is equal to 4 alpha square into P. ഈ ഒരു പാർട്ട് 0 ആയി പോകും. സോ 4 ആൽഫ സ്ക്വയർ ഇൻറ്റു പി. അപ്പോൾ ഒരിക്കലും ഇവിടെ എന്തല്ല, KC നോട്ട് ഈക്വൽ ടു KP ആണ്. ഒരിക്കലും ഇത് ഈക്വൽ അല്ല. അപ്പോൾ ഇത് വീണ്ടും നമ്മൾ ഇതാക്കി സോൾവ് ചെയ്ത് കഴിഞ്ഞു, പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, പ്രഷർ കൂടുന്തോറും ഈ റിയാക്ഷനെ എന്താണ് സപ്രസ് ചെയ്യാണ്. ഈ റിയാക്ഷൻ ഡിസോസിയേഷൻ ഓഫ് N2O4 ഈസ് സപ്രസ്ഡ് വെൻ പ്രഷർ ഈസ് ഇൻക്രീസസ്. സോ ദ ഇക്വിലിബ്രിയം ഷിഫ്റ്റഡ് ടുവേർഡ്സ് ലെഫ്റ്റ്. ഇക്വിലിബ്രിയം എവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതായത് പ്രഷർ ഇങ്ങനെ കൂടുകയാണ്. അപ്പോൾ ഈ N2O4 NO2 ആയി മാറാനുള്ള, അതാണ് ഇത് ഡിസോസിയേറ്റ് ചെയ്താലേ NO2 നമുക്ക് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഡിസോസിയേഷനെ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഉണ്ടാവാനുള്ള ആ ഒരു എന്താ പറയുക ടെൻഡൻസിനെ ആര് കുറയ്ക്കും, പ്രഷർ
പ്രഷർ കൂടുമ്പോൾ പ്രോഡക്റ്റ് ഉണ്ടാവാനുള്ളത് വീക്കാകും, പ്രോഡക്റ്റ് ഉണ്ടാകുന്നത് കുറയും. അപ്പോൾ പിന്നെ ഇക്വിലിബ്രിയം എങ്ങോട്ടേക്കാണ് ഷിഫ്റ്റ് ചെയ്യുക? പിന്നെ ലെഫ്റ്റിലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്യും. കാരണം ഡിസോസിയേഷൻ സ്ലോ ആയി കഴിഞ്ഞാൽ പിന്നെ ഡിസോസിയേഷൻ നടക്കില്ല. N2O4 N2O4 ആയിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യും. സോ ഈ റിയാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ എന്ത് കൂട്ടി കൊടുക്കണം? വോളിയം ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് റിയാക്ഷൻ NO2 കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. പ്രഷർ കൂടുന്ന സമയത്ത് NO2ൻ്റെ പ്രൊഡക്ഷൻ എന്താകും? കുറയും. ദാറ്റ് ടൈം ഇക്വിലിബ്രിയം വിൽ ഷിഫ്റ്റ് ടുവേർഡ്സ് ലെഫ്റ്റ്. ഇങ്ങനത്തെ ഇനി ഇതോട് കൂടിയിട്ട് ഈ ഒരു ഭാഗം കഴിഞ്ഞു. അപ്പം ഇതിൻ്റെ ബാക്കി എക്സസൈസസ് നിങ്ങൾ പഠിക്കുക, ചെയ്ത് നോക്കുക. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പം നമ്മളിവിടെ പ്രഷർ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, പ്രഷർ കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, വോളിയം കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, വോളിയം കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, കേസിക്ക് എന്ത് സംഭവിക്കുന്നു അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൻ്റെ ഒക്കെ ഒരു ആകെ തുക, ടോട്ടൽ സം എന്ന് പറയുന്നത് എവിടെ പഠിക്കുന്നുണ്ട്? ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളിൽ നമ്മൾ പഠിക്കും അല്ലേ? ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളിൽ ടെമ്പറേച്ചറും പ്രഷറിൻ്റെ ഇഫക്റ്റ് ഇതിൽ വേരിയേഷൻസ് വരുമ്പോഴാണ് നമുക്ക് പ്രോഡക്റ്റ് ആണോ അല്ലെങ്കിൽ കൂടുതൽ പ്രോഡക്റ്റ് ആണോ കിട്ടുന്നത്, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഉണ്ടാകുന്നതിന് പകരം പ്രോഡക്റ്റ് ആവാതെ റിയാക്ടൻസ് തന്നെ ഒതുങ്ങി നിൽക്കുകയാണോ എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലാവുക. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത് പ്രഷർ കൂടുന്ന സമയത്ത് പ്രോഡക്ട്സ് എന്താണ്? കുറയും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്രഷർ കൂടുമ്പോൾ പ്രോഡക്ട്സ് കുറയും, പ്രഷർ കുറയുമ്പോൾ പ്രോഡക്ട്സ് കൂടും. ഓക്കെ. ഇനി പ്രഷർ കൂടുന്ന സമയത്ത് പ്രോഡക്ട്സ് കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം എവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു? ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ. ഇനി ഈ റിയാക്ഷൻ ഫേവർ ആവണമെന്നുണ്ടെങ്കിൽ വോളിയം കൂട്ടണം. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ലിക്വിഡ് സ്റ്റേറ്റിൻ്റെ ഇക്വിലിബ്രിയം കൂടി, ഹോമോജീനിയസ് ഇക്വിലിബ്രിയം കൂടി പറയാനുണ്ട്. അതും കൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളിലേക്ക് നമ്മൾ പോകും. ഓക്കെ.